പാഠം 1097. ഒരു മൊബൈൽ പുരാണം. ഹലോ. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ കൃത്യസമയം തന്നെ എത്തും. 9 എത്തിയ പോരെ? എനിക്ക് 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ഇല്ലില്ല, ഞാൻ താമസിക്കില്ല. കൃത്യം 9 ആകുമ്പോഴേക്കും ഞാൻ എത്തും. ഓ ശരി. നിനക്ക് 9 മണിക്ക് തന്നെ പോണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ റെഡി ആയില്ലേ? ഈ ഡ്രസ് ഒന്ന് മാറിയ പോരെ? അതിനിട്ട് 5 മിനിറ്റ് പോരെ? മോഹനേട്ടനെ ചായ എടുത്ത് തന്നിട്ട് പോവാൻ കരുതി. അതെ, ഇഡ്ഡലി സാമ്പാർ ഞാൻ അടുക്കളയിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടുത്ത് കഴിച്ചോളേ. ഷർട്ടും മുണ്ട് ഞാൻ തേച്ചും വെച്ചിട്ടുണ്ട്. ചോറ്റ് പാത്രം എടുത്ത് ബാഗിലും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സമയത്ത് ചെയ്ത് തീർത്ത് വില്ലേജ് ഓഫീസിൽ പൊയ്ക്കൊള്ളണം. ഞാൻ ഇവിടെ ഇറങ്ങി കഴിയുമ്പോ എന്നെ വിളിച്ച് ഭാമേ അതെവിടെ, ഭാമേ ഇതെവിടെ എന്നോട് ചോദിക്കരുത്. ഞാനൊരു ജോലിക്കാണ് പോണത്. നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് വില്ലേജ് ഓഫീസിൽ ജോലി കിട്ടിയ ആളാണ് ഞാൻ. നീ കഴിക്കാൻ ഉണ്ടാക്കുന്നത് കൊണ്ടും ഷർട്ടും മുണ്ടും ഒക്കെ തേച്ചു കൊണ്ടും അല്ല ഞാൻ അന്നും ഓഫീസിലൊക്കെ പോയത്. അയ്യോ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഹലോ. വിദ്യ, നീ റെഡിയായോ? കൃത്യം 9 ആകുമ്പോഴേക്കും ചെല്ലണമെന്ന് സിദ്ധാർത്ഥ സാർ പറഞ്ഞിരിക്കുന്നേ. എനിക്ക് താമസമൊന്നുമില്ല. ഡ്രസ്സ് മാറി അപ്പൊ തന്നെ ഇറങ്ങാം. എനിക്ക് ഇവിടുന്ന് അവിടെ വരാൻ എത്ര നേരം വേണം? മൊബൈൽ വിളിച്ചാ മതി. എന്റെ മൊബൈൽ എപ്പോഴും ഓൺ അല്ലേ മോളെ? നീ വീട്ടിൽ കയറുമ്പോഴേക്കും മൊബൈൽ അങ്ങ് ഓഫ് ചെയ്യും. അല്ലെങ്കിൽ നിന്റെ കെട്ടിയ ഫോൺ എടുത്ത് തലനാരി കയറി പരിശോധിക്കൂലോ. നിന്റെ കാര്യത്തിൽ അതോടെ ഒരു തീരുമാനമാവുകയും ചെയ്യും. പക്ഷേ എനിക്ക് അങ്ങനൊരു പ്രശ്നമേ ഉണ്ടാവുന്നില്ല. മൊബൈൽ എവിടെ വെച്ചാലും പേടിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം മോഹനേട്ടന് മൊബൈൽ നോക്കാൻ അറിഞ്ഞൂടാ. മോഹനേട്ടന്റെ കയ്യിൽ മൊബൈൽ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ പട്ടിയുടെ കയ്യിൽ പൊതിയാതേക്ക് കിട്ടുന്ന പോലെയാ. ഒന്നും നോക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ എന്റെ ഒരു രഹസ്യം ചോരൂല്ല. അതിൽ കുറെ ഓഡിയോ ഒക്കെ ഉണ്ട്. അതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ മോഹനേട്ട തല കറങ്ങി വീഴും. പക്ഷെ ഫോണിൽ അതൊക്കെ സൂക്ഷിക്കാന്ന കാര്യം മോഹനേട്ട അറിഞ്ഞൂടല്ലോ. പിന്നെ വർത്താനം പറഞ്ഞ സമയം കളയണ്ട. ഞാൻ റെഡി ആവട്ടെ. ശരി. ഇവിടെ ഒരു കാര്യം. രഹസ്യങ്ങളൊക്കെ ഫോണിലാണ്. അതാണ് അവളിങ്ങനെ ധൈര്യമായിട്ട് നടക്കുന്നത്. ഹലോ. ഉത്തമ, ഞാനാ. എന്ത് സാറേ? ഉത്തമന് ഈ മൊബൈൽ ഫോണൊക്കെ ശരിക്കും ഉപയോഗിക്കാൻ അറിയാമോ? അതിപ്പോ ഞാന് ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോൺ ആണല്ലോ. അങ്ങനത്തെ ഉപയോഗമല്ല. പിന്നെ ഫോൺ കൊണ്ടുള്ള വേറെ ചില കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന പരിപാടി. എന്ന് വെച്ചാൽ അതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്ന സംഭവങ്ങൾ. അത് കണ്ടുപിടിക്കാൻ അറിയാമോ? ഏതാണ്ടൊക്കെ അറിയാം സാറേ. എന്റെ കയ്യിൽ ഫോണുണ്ട്. അതിൽ രഹസ്യങ്ങൾ ചോർത്തെടുക്കണം. ആരുടെ ഫോൺ സാറേ? ഞാൻ പറയാം. ഉദയം 15 മിനിറ്റ് കഴിയുമ്പോ ഭാമ പോവും. അത് കഴിഞ്ഞു വന്നാ മതി. പറഞ്ഞേക്കെ മനസ്സിലായല്ലോ? പറഞ്ഞതൊക്കെ മനസ്സിലായി. പക്ഷെ ബാക്കി കാര്യങ്ങളൊന്നും അങ്ങോട്ട് അതിവിടെ വന്നു കഴിയുമ്പോ മനസ്സിലാവും. ശരി. എന്നടി വെച്ച അങ്ങനെ ഫോണിലേക്ക് നമുക്ക് വേണ്ട. ഇപ്പൊ എവിടെ കൊണ്ട് വിളിച്ചു വെക്കും? ഫയല്
ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ മോനട്ടാ. ചോറുതായി ബാഗിൽ ഇരിപ്പുണ്ട്. ഷർട്ടും മുണ്ട് ഞാൻ തേച്ചും വെച്ചിട്ടുണ്ട്. ഒരുപാട് നാൾ കൂടിയാണ് ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോ മോഹനട്ടൻ ആഫീസിൽ പോകുന്നത്. ഇനി എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുറ്റമെന്ന് പറഞ്ഞേക്കല്ലേ. നിന്റെ ഈ സംശയത്തിനുള്ള മറുപടി ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കെ മോഹനൻ സാറിന് ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അപ്പൊ ഞാൻ ഇറങ്ങുന്നു. സിദ്ധാർത്ഥൻ സാറേ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ ഈ സാറിനെക്കാട്ടിലും മോശമാ. ശരി, നീ സമയങ്ങളുണ്ട്, വേഗം പോ നോക്ക്. ഭഗവാനേ, അവള് സംഭവം അറിഞ്ഞത് പോലുമില്ല. എന്താണ്? പ്രാർത്ഥിക്കായിരുന്നു. അതൊരു പതിവില്ലാത്ത പ്രാർത്ഥനയാണല്ലോ. ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഭർത്താക്കന്മാര് ലോക കള്ളന്മാരാണെന്നാണ് പറയുന്നത്. വീട്ടിൽ നിറയെ കഴിയുമ്പോ കള്ളു കുടിക്കുന്ന ആണുങ്ങളും ബാങ്കിലും പെണ്ണുങ്ങളൊക്കെ കുടിച്ച് പഞ്ചാടിക്കുന്ന ആണുങ്ങളൊക്കെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വരുന്നത്. അങ്ങനെയല്ലല്ലോ, നീ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. ഞാൻ പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. നീ എന്താ പോകത്തെ? ഞാന് ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. എന്ത്? അതിനിപ്പോ മോനോട്ട് അറിയുന്നേ. ഈ ഡയറി അത്യാവശ്യമുള്ളതാ. കേസിന് ഗുണമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ കുറിച്ചു വെക്കുന്ന ഇതിനകത്താ. ഇത് എടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഇതെന്താണ് എന്റെ പിന്നാലെ നടക്കുന്നേ? ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് തീരെ കൃത്യനിഷ്ഠയില്ല എന്ന്. കൃത്യം 9 മണിക്ക് ഇവിടുന്ന് പുറപ്പെടാനുള്ള നീ 9:02 ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഇന്ന് നീ സിദ്ധാർത്ഥൻ സാറിനെ കാണുമ്പോ എന്തായാലും വൈ. അങ്ങനെ നിനക്ക് തീരെ കൃത്യനിഷ്ഠയില്ല എന്നുള്ള സത്യം അദ്ദേഹവും മനസ്സിലാക്കും. അങ്ങനൊന്നുമില്ല എന്റെ മോഹനേട്ടാ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏറിയാൽ ഒരു 15 മിനിറ്റ് മതി എനിക്ക് അവിടെ എത്താൻ. അപ്പൊ പിന്നെ എന്തായാലും പറഞ്ഞാൽ നേരത്തെ ഞാൻ അവിടെ എത്തും. നീ സ്കൂട്ടർ ഓടിച്ചു പോവുകയാണെങ്കിൽ ആ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നിന്റെ കയ്യിൽ സ്കൂട്ടർ ഇല്ലല്ലോ, നടന്നു പോവുകയല്ലേ. അപ്പൊ എന്തായാലും താമസിക്കും. സ്കൂട്ടർ വർക്ക്ഷോപ്പിലായ ഉടനെ ഞാനങ്ങ് നടന്നു പോകുന്നാണ് മോഹനേട്ട കരുതിയിരിക്കണേ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നു, ഒരു ഓട്ടോ പിടിക്കുന്നു, ഏറി വന്നാൽ 15 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്തുന്നു. സാറിനെ പോലത്തെ പിശുക്ക് എനിക്കില്ല. അപ്പൊ ഞാൻ ഇറങ്ങുന്നു. എന്താ എന്താ എന്തോന്നോട് ഞാൻ മറന്നല്ലോ. ഇങ്ങനെ ഓരോ മിനിറ്റിൽ ഓരോ കാര്യങ്ങൾ മറന്നു എന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? അല്ല, എന്റെ ഫോൺ ഇതിനകത്തില്ല. അയ്യോ, ഫോണോ? ഫോൺ ഇതിനകത്തുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. ഫോൺ എവിടെ വെച്ചെടുത്ത് പോയി നോക്ക്, അവിടെ കാണും. ഞാൻ ഇതിനകത്താണ് വെച്ചത്. എന്റെ ഫോൺ അവിടെ പോയി? ഇതിനകത്താ ഞാൻ വെച്ചത്. മോഹനേട്ടൻ കണ്ടോ? പിന്നെ അവിടെ പോയി? ചിലപ്പോ അടുക്കളയിൽ കാണും. അടുക്കളയിലോ? മൊബൈൽ ഫോണല്ലേ, ചിലപ്പോ അടുക്കളയിൽ കാണും. ഞാൻ കൂടെ സഹായിക്കാം. അടുക്കള എന്ത് ഞാൻ കൊണ്ടുപോവില്ല. നീ വാ, ഈ വെള്ളത്തിലുണ്ടോ നോക്കിയാണ്. ഇവിടെ എവിടെ നോക്കാനാ മോനേട്ടാ? ഞാനിവിടെ വെച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഫോൺ അടുക്കളയിൽ കൊണ്ടുവന്ന് വെക്കില്ലല്ലോ. കുന്തം പോയാ കുടത്തിലും തപ്പണമെന്നാണ് പ്രമാണം. അപ്പൊ മൊബൈൽ പോയാൽ അടുക്കളയും തപ്പാം. ഒരു ദിവസം ഏറ്റവും കൂടുതൽ നീ ജോലി ചെയ്ത് അടുക്കളയിലാണ്. അപ്പൊ പിന്നെ ഇവിടെ കൊണ്ട് വെച്ചുകൂടായില്ലല്ലോ. നോക്ക്, നോക്ക്. ഇല്ലെന്റെ മോനേട്ടാ, ഞാനതാ മേശപ്പുറത്ത് വെച്ചിട്ടുള്ളത് എനിക്ക് നല്ല ഉറപ്പല്ലേ. ഒരു കാര്യം ചെയ്യാം, നീ വാ. അല്ല, ഇവിടെയാണല്ലോ നീ ഡയറി വെച്ച് മറന്നുപോയത്. അപ്പൊ ഇവിടെ തന്നെ മൊബൈലും കാണും. അവിടെ ഉണ്ടാവില്ല മോനേട്ടാ. ഡയറി ഇവിടെ വെച്ച കാര്യം ഞാൻ ഓർത്തില്ലേ. അപ്പൊ ഫോൺ ഇവിടെ വെച്ചിരുന്നത് അതും ഞാൻ ഓർക്കില്ലായിരുന്നു. എന്നാ പിന്നെ ബാക്കി ഓഫീസിലും കാണാം. ഒരു പക്ഷെ നീ ഇന്നലെ എടുക്കാൻ മറന്നിട്ടുണ്ടാവും. സിദ്ധാർത്ഥ സാറിനെ കണ്ടിട്ട് നീ വക്കീൽ ഓഫീസിൽ പോയി നോക്ക്. അല്ല മോനേട്ടാ, സമയം കളയല്ലേ ഭാമേ. സിദ്ധാർത്ഥ സാർ നിന്നെ നോക്കിയിരിക്കായിരിക്കും. നീ ആ ബാഗ് കൂടെ എടുക്കാൻ മറക്കല്ലേ. അതെടുത്തിട്ട് വേഗം ചെല്ല്. ഫോണൊക്കെ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. ചെല്ലേ.
ഹലോ ഉത്തമ ഭാമ ഇറങ്ങി. സാറേ ഞാൻ പുറകു വച്ചത് ഗേറ്റിന്റെ അവിടെ എത്തി. കയറി വരട്ടെ അങ്ങോട്ട്. ഓ നമസ്കാരമുണ്ട് സാറേ. എന്ത് സാറേ പ്രശ്നം? ഞാൻ മൊബൈൽ ഉപയോഗിക്കാത്തതുകൊണ്ട് ഭാമയ്ക്ക് എന്തും കാണിക്കാം എന്നൊരു ധാരണയുണ്ട്. മൊബൈലിനകത്ത് ഓരോന്ന് റെക്കോർഡ് വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് എനിക്കറിയണം. വക്കീലിന്റെ ഫോണാണോ പ്രശ്നം? അതെ. ആ അവൾ വിദ്യാലക്ഷ്മിയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവളുടെ ഫോണിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. എനിക്ക് ഫോൺ തുറക്കാൻ അറിയാത്തത് കൊണ്ട് അവൾക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന്. എന്താ അതിനർത്ഥം? ഞാൻ കേട്ടാൽ പ്രശ്നമുള്ള എന്തോ ഒരു കാര്യം അവളുടെ ഫോണിനകത്തുണ്ട് എന്നുള്ളതല്ലേ? ഭർത്താവ് കേട്ടാൽ പ്രശ്നമുള്ള കാര്യങ്ങൾ ഭാര്യയ്ക്കുണ്ടാകുന്നത് ശരിയാണോ? വക്കീൽ അങ്ങനെയൊക്കെയുള്ള കേസുകളുണ്ട് സാറേ. സാറിന് വെറുതെ തോന്നണതാവും. എനിക്ക് തോന്നുന്നല്ലോ. ഞാൻ കേട്ടല്ലേ. ഇപ്പൊ എന്താണ് സാറിന്റെ പ്രശ്നം? ഈ വക്കീല് തിരിച്ചു വന്നാലല്ലേ ഫോൺ എടുത്ത് നോക്കാൻ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, എന്റെ ഫോണിൽ ഞാൻ ഈ സംഭവമൊക്കെ സാറിനെ പഠിപ്പിക്കാം. വക്കീൽ വരുമ്പോ സാർ ആ ഫോൺ ഇങ്ങ് അടിച്ച് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. എന്താ കരുതിയിരിക്കുന്നത്? എന്താണ് കരുതിയിരിക്കുന്നത്? ഭാമ ഫോണുമായിട്ടല്ല പോയത്. ഫോൺ അതിനു മുമ്പ് ഞാൻ എടുത്ത് മാറ്റിയല്ലോ. ഫോൺ അടിച്ചു മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഉത്തമനെ വിളിച്ചത്. ഫോൺ അന്വേഷിച്ച് അവൾ ഈ വീട് മുഴുവൻ. പക്ഷെ എങ്ങനെ കിട്ടാൻ? ഞാൻ ഫോൺ ഒളിപ്പിച്ചത് വീട്ടിനകത്തല്ലോ. പിന്നെ എവിടെ പോയി? അതാണ് കെ മോഹനൻ സാർ. അവൾ അടുക്കളയിൽ നോക്കും എന്ന് എനിക്കറിയാം. ഞാനത് അവിടെ വെച്ചോ? ഇല്ല. മേശയിൽ അന്വേഷിക്കുന്ന അറിയാമായിരുന്നു. ഞാൻ അവിടെ വെച്ചോ? ഇല്ല. തുണി തേക്കെടുത്ത് നോക്കും. അവിടെ ഞാൻ വെച്ചോ? ഇല്ല. ഞാനത് അവിടെ എങ്ങും വെച്ചില്ല. എന്റെ അമ്മ പിന്നെ സാധനം എവിടെ വെച്ചത്? എവിടെ? അങ്ങോട്ടാ? ചെടിച്ചട്ടിയിൽ. അവിടെ എവിടെ? ആ ചെടിച്ചട്ടിയിൽ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എന്റെ അമ്മ ഭയങ്കര ബുദ്ധി തന്നെ. എന്നാ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ ഫോൺ പരിശോധിച്ച് കളയാം. എന്ത് സാറേ? ഫോൺ കാണുന്നില്ല. കാണുന്നില്ല. അയ്യോ അയ്യോ അയ്യോ. സാറേ ഇവിടെ തന്നെയാണ് സാറ് വെച്ചത്? ഉറപ്പാടി അവിടെ തന്നെ വെച്ചത്. പിന്നെ അത് എവിടെ പോയി സാറേ? ഇതിന്റെ ഇടയിലും വല്ലതും കാണോ? ഈ ചെടിച്ചട്ടിയില്ല? ഈ ചെടിച്ചട്ടിയില്ല? അയ്യോ. ആ സാറേ സാറേ സാറേ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ചന്ദ്രൻകുട്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ സാറിനെ കാണാൻ വന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. സാറേ എനിക്ക് ഉറപ്പാണ് അവനൊരു കള്ള ലക്ഷണമുണ്ട്. ഓ അവൻ സാറിനെ കാണാൻ ഇവിടെ വന്ന് കാണും. അപ്പോ ഈ ഫോൺ അവന്റെ കണ്ണിപ്പെട്ട് കാണും. സംഗതി മേടിച്ച് മാറ്റുകയും ചെയ്ത്. ചന്ദ്രൻകുട്ടി ഇപ്പൊ എവിടെയുണ്ട്? ഇപ്പൊ പോയാൽ നമുക്ക് അവനെ വഴിയിലിട്ട് പിടിക്കാം. വാ സാർ, വാ സാർ, വാ പെട്ടെന്ന് വാ. ഇങ്ങോട്ട് കയറ് സാറേ, കയറ്. താമസിച്ച് അവൻ എങ്ങോട്ടെങ്കിലും മുങ്ങി കളയും. ആ സാറ് കയറ്. എങ്ങോട്ട് പോട്ടു? വീട്ടിനകത്തോട്ടാ? അല്ല, ഇതെന്തോന്ന് വെപ്രാളം? വിളിച്ചിരുന്നോണേ വീടല്ലേ. അങ്ങോട്ടോടെ പോയാണ്. അത് എന്നെ പറഞ്ഞ. അയ്യോ സാറ് മര്യാദ എനിക്കും സാറേ വെപ്രാളപ്പെടല്ലേ. ഒന്നാമതൊരു വൃത്തികെട്ട റോഡാണ്. ചന്ദ്രൻകുട്ടി ഇരിക്കാനും വേണ്ട സാർ. അങ്ങോട്ട് പോയി ചോദിച്ചിരിക്കും. ഫോണോ? ഞാൻ പൂച്ചട്ടിക്കകത്ത് വെച്ച ഫോൺ എവിടെ? പൂച്ചട്ടിയിൽ ഫോണോ? വേണ്ട, ചന്ദ്രൻകുട്ടി അടവ് വേണ്ട. അവിടെ ഫോൺ വെച്ചത് ഞാനാണ്. എന്റെ ഫോൺ എവിടെ? സാർ എന്തൊക്കെ ഈ പറയുന്നേ? അതെ ചന്ദ്രൻകുട്ടി, ഞാൻ പറഞ്ഞില്ല. അതെ, ഈ മോരേഷ് സാറ് വക്കീലിന്റെ ഫോൺ എടുത്ത് പൂച്ചട്ടിയുടെ ഇടയിൽ ഒളിച്ചു വെച്ചു. അല്ല, വെറുതെ ചുമ്മാ ചെയ്തത്. നമ്മൾ LP സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില സാധനങ്ങൾ എടുത്ത് ഒളിപ്പിച്ചു വെക്കൂലേ, അതുപോലെ ഒരു രസം. പിന്നെ കുറച്ച് കഴിഞ്ഞ് സാർ ഒന്ന് നോക്കിയപ്പോ പൂച്ചട്ടിയുടെ അവിടെ ഫോണില്ല. ഇതിനിടയിൽ ചന്ദ്രൻകുട്ടി മാത്രമാണ് ആ സൈഡിലോട്ട് പോയത്. ഞാനതിന് സാറിന്റെ വീട്ടിലേക്ക് അല്ലല്ലോ പോയത്. ഫിലിപ്പോസ് ഏട്ടനെ കാണാൻ പോയി. വഴി വെച്ച് ഫിലിപ്പോസ് ഏട്ടനെ കണ്ടു. അതുകൊണ്ട് ഞാൻ ഇങ്ങ് തിരിച്ചു പോന്നു. അല്ലാതെ മോഹനേഷ് സാറിന്റെ വീട്ടിൽ കയറേണ്ട കാര്യം എനിക്കെന്താ? സാറ് പോയി അന്വേഷിക്കണം. സാറിന്റെ ഫോണിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. സാറേ പിന്നെ വേറെ ആരെ നമ്മൾ സംശയിക്കും?
സാർ ഒരു കാര്യം ചെയ്യും, വണ്ടി കയറ്, നമുക്ക് മൊത്തത്തിൽ പോയൊന്ന് നോക്കാം. വാ, വാ. ശരി. അയ്യോ അയ്യോ വീട് പൂട്ടിയില്ല. വീട് പൂട്ടിയില്ല. ഉത്തമ എന്താണ്? ഉത്തമ അന്വേഷിക്ക്. ഞാൻ വീട് അടച്ചിട്ട് വരാം. ശരി ശരി. എന്റെ അയ്യോ, ഇങ്ങനെ ഒരാള്. ഇത് എവിടെ പോയതായിരുന്നു എന്റെ മോനട്ടാ? നീ പോയില്ലായിരുന്നു? ഇല്ല, ഓട്ടോ നോക്കി കുറെ നേരം ഞാൻ വഴി നിന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പൊ പിന്നെ ഞാനിങ്ങ് പോന്നു. എന്തായാലും താമസിച്ചു. ഇവിടെ വന്നിട്ട് വിദ്യ വിളിച്ച ഞാൻ കാര്യം പറഞ്ഞു, അവള് പൊയ്ക്കോളൂ. ഞാൻ ഇവിടെ നിന്നപ്പോ ഇതാ വാതിൽ തുറന്നു കിടക്കുന്നു, പക്ഷെ ഇവിടെ ഒന്നും കണ്ടില്ല. ഇതെവിടെ പോയിരിക്കായിരുന്നു? ഞാൻ അവരുടെ നടക്കാൻ പോയതാ. നടക്കാനോ? ഈ വേഴ്സത്തില? മോഹനന്റെ ഈ വേഴ്സത്തിൽ ഇതുവരെ ഈ പടിക്ക് അപ്പുറത്തേക്ക് പോയിട്ടില്ലല്ലോ. അത് ഇന്നൊരു ദിവസത്തേക്ക് ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും ഒരുപോലെ അല്ലല്ലോ. ഇന്നലെ ഷർട്ട് മുണ്ടിട്ടുണ്ട് പോയല്ലോ, ഇന്ന് കയ്യിലും മുണ്ടും. സമയത്തിനായി 9:20. ആഫീസിൽ പോണ്ടേ? അയ്യോ, ഞാൻ ആ കാര്യം മറന്നുപോയി. മോനേട്ടാ, എന്റെ ഫോൺ എവിടെ പോയി മോനേട്ടാ? ഞാൻ ഈ വീട് മൊത്തം ഒന്നുകൂടെ നോക്കി. അത് വക്കീൽ ഓഫീസ് കാണോ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അവിടെ പോയി നോക്കൂടായിരുന്നോ? അതെങ്ങനെയാ? ഓഫീസിന്റെ താക്കൊരു വിദ്യയുടെ കൈവശമല്ലേ? അവളിന് സിദ്ധാർത്ഥ സാറിനെ കണ്ടിട്ട് വന്നിട്ട് അത് തുറക്കാൻ പറ്റുള്ളൂ. അതുവരെ ഞാൻ അവിടെ പോയിരുന്നിട്ട് എന്ത് ചെയ്യാന്? പരിചയമുള്ള സകലരുടെയും നമ്പർ ആ ഫോണിനകത്ത്. വേണ്ടപ്പെട്ട ഒരുപാട് രേഖകളും അതിനകത്തുണ്ടായിരുന്നു. അതൊക്കെ ഇനി വേറെ ആരുടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാകെ പ്രശ്നമാവുകയും ചെയ്യും. രൂപ 12,000 കൊടുത്ത് വാങ്ങിയ ഫോണ് ഇനി ഒരെണ്ണം വാങ്ങണമെങ്കിൽ 15,000 രൂപയെങ്കിലും ആവും. മൊബൈൽ ഫോൺ ഇല്ലെന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് ഫോണില്ലല്ലോ. മോഹനേട്ടൻ എനിക്ക് പറ്റുമോ മോഹനേട്ടാ? എന്തായാലും ഓഫീസിൽ കാണുമായിരിക്കും. ആ മോഹനേട്ടൻ നോക്കിക്കേ, അത് ആഫീസിൽ പോവാൻ നോക്ക്. ഇനി ഞാൻ കാരണം വൈകിച്ചു എന്ന് പറയണ്ടല്ലോ. ഫോൺ ബില്ലല്ലേ കേൾക്കുന്നേ? എന്റെ ഫോണിന്റെ ബില്ല് തന്നെയാ അത്. എവിടുന്നാ മോനേട്ടാ? വെളിയിൽ പോയി നോക്കാം നമുക്ക്. ബാഗിനാണല്ലോ. അതെ. ഇത് കൊള്ളാലോ. തുറക്കണ്ട, നോക്കാം. ഇതല്ലേ എന്റെ ഫോൺ? അതന്നെ എനിക്ക് ചോദിക്കാറില്ല. ഇതെങ്ങനെ ഇതിനകത്ത് തോന്നുന്നു? സത്യം പറ മോനേട്ടാ, എന്റെ ഫോൺ എങ്ങനെ ഈ ബാഗിനകത്ത് തോന്നുന്നത്? എനിക്കറിയില്ല. മോഹനേട്ടൻ അറിയാതെ പിന്നെ ഈ ഫോൺ തനിയെ നടന്നു വന്ന് ഇതിനകത്ത് കയറിയിരുന്നോ? മോഹനേട്ട കള്ളം പറയാനിരിക്കല്ലേ? ഈ ഫോൺ എങ്ങനെ മോഹനേട്ടൻ ബാഗിനകത്ത് വന്നത്? എനിക്ക് ഇപ്പൊ അറിയണം. എന്റെ ഈ ഫോൺ ഇതിനകത്ത് വെച്ചിട്ടാണ് എന്നെ ഈ വീട് മുഴുവൻ കൊണ്ടു നടന്ന് മോഹനേട്ടൻ പറ്റിച്ചതല്ലേ? എന്തായിരുന്നു മോഹനേട്ടൻ ഉദ്ദേശം? സത്യമായിട്ടും ഈ ഫോൺ ഈ ബാഗിനകത്ത് വെച്ചത് ഞാനല്ല. ശരി, മോഹനേട്ടൻ ബാഗിനകത്ത് വെച്ചു. പിന്നെ എവിടെയാണ് വെച്ചിരുന്നത്? മോനെ മോഹനേട്ടാ, മോഹനേട്ടൻ എന്നെ ധൃതി പിടിപ്പിച്ച് പറഞ്ഞു വിടാൻ നോക്കിയപ്പോ പോലും എനിക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയില്ലായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഇറങ്ങിയപ്പോ ഒരു അത്ഭുതം സംഭവിച്ചു. എന്റെ ഫോണിന്റെ ബില്ലല്ലേ ഇത്? ഇവിടെ ആണല്ലോ കേൾക്കുന്നേ. ഹലോ. ഓ ശരി. മോഹനേട്ടാ, ഞാൻ ഇറങ്ങി. സിദ്ധാർത്ഥൻ സാറ് വിളിച്ച് ചെല്ലണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നി വില്ലേജ് ഓഫീസറെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന്. അങ്ങനെ ഞാൻ പുറകുവശത്ത് പോയിട്ട് വിളിച്ചിരുന്നു. അപ്പൊ ഇതാ നമ്മുടെ തൊപ്പിക്കാരന് ഉത്തമൻ വരുന്നു, ഫോൺ അന്വേഷിക്കുന്നു, ബഹളമാകുന്നു, കൂട്ടിന് പുറകെ കയറി പോകുന്നു. നാട് ചുറ്റിലേക്ക് കഴിഞ്ഞ് തിരിച്ചു വരട്ടെ എന്ന് കരുതി ഞാൻ അവിടെ പോയി കാത്തിരിക്കായിരുന്നു. ഇനി പറ,
എന്തായിരുന്നു മോഹനേട്ടൻ അറിയേണ്ടത്? പറയാതെ മോഹനേട്ടനെ രക്ഷയില്ല. നീ പറഞ്ഞില്ലേ ഇതിനകത്ത് എന്തൊക്കെ രഹസ്യങ്ങളുണ്ടെന്ന്? ആരോട് പറഞ്ഞു? വിദ്യാലക്ഷ്മിയോട്. അപ്പൊ ഭാര്യ സംസാരിക്കുന്ന ഒളിച്ചു നിന്ന് കേട്ട് ഫോണിൽ രഹസ്യം കണ്ടുപിടിക്കാൻ ഇറങ്ങിയതായിരുന്നല്ലേ? ഇതിനകത്ത് നീ എന്തോ റെക്കോർഡ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഭർത്താവ് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ രഹസ്യമായിട്ട് ഇതിനകത്ത് വെക്കേണ്ട കാര്യം എന്താ? ഞാൻ എന്ത് റെക്കോർഡ് ചെയ്തെന്നാ മോഹൻ കരുതിയിരിക്കുന്നേ? ശരി, ആദ്യത്തെ ഓഡിയോ. ആമേ, സത്യം പറഞ്ഞ നിന്നെ പോലൊരു ഭാര്യ കിട്ടിയത് എന്റെ ഭാഗ്യ. സോപ്പിടാൻ നോക്കല്ലേ മോനട്ടാ? സോപ്പിട്ടതല്ല, നീ ഒരു സംഭവല്ലേ. ഇത് 2 മാസം മുന്നേ ഒരു ദിവസം പറഞ്ഞതാ. ഇനി ഇത് അടുത്ത ഓണത്തിന് എന്തായാലും നമ്മൾ യാത്ര പോയിരിക്കും. നീ പറയുന്ന സ്ഥലത്തേക്ക്. അവസാനം മോഹനയുടെ വാക്ക് മാറരുത്. മോഹനേഷ് സാർ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ഇത് കഴിഞ്ഞ ഓണത്തിന് മോഹനയുടെ തന്ന വാക്കാ. മോഹനയുടെ വലിയ ന്യായമൊക്കെ പറയുമെങ്കിലും പറഞ്ഞ വാക്ക് മോഹനയുടെ ആവശ്യം വരുമ്പോ അങ്ങ് മാറ്റിക്കളയും. ഓ, അന്നേരം എടുത്ത് പ്രയോഗിക്കാനായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചതാ. ഈ രഹസ്യം പഠിക്കാനാണോ എന്റെ ഫോൺ എടുത്ത് മുറ്റത്ത് കൊണ്ടുപോയിട്ടത്? കൊണ്ടുപോയിട്ടതല്ല, പൂച്ചട്ടിക്കകത്ത് സൂക്ഷിച്ചു വെച്ചാ. സമയം എത്രയെന്ന് കണ്ടോ? നാളെ ചോട്ടാ ഓഫീസ് പോകാൻ നോക്ക്. ഭർത്താവിന്റെ വാക്കുകൾ സ്നേഹപൂർവ്വം സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഭാര്യയെ ഇങ്ങനെ സംശയിക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ ആള് വില്ലേജ് ഓഫീസർ അല്ലേ? വെപ്രാളത്തിനിടയിൽ ഇങ്ങനെ പലതും പറ്റും. എന്തായാലും വക്കീലിന്റെ സ്നേഹം മോഹനകൃഷ്ണന് മനസ്സിലായി എന്ന് പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.